അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാംഗ്ലൂരിലെ ബിസിനസ്സുകാരനായ യുവാവിന് ആ സ്ഥാപനത്തിലെ ക്ലീനിങ് ചെയ്യുന്ന യുവതിയെ വിവാഹം ചെയ്യാൻ എന്ന കഥയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയും സാങ്കല്പികം മാത്രമാണ് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ബാംഗ്ലൂരിൽ ബിസിനസ്സുകാരനായിരുന്ന ഷാഫിക്ക് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഷാഫിയുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായി നാളെ ബ്രിട്ടനിൽ നിന്നും ആളുകൾ വരികയാണ്. എന്നാൽ ആ വരുന്ന ആളുകൾക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഈ ബിസിനസ്സുകാരൻ ഫാമിലി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഇടപാടുകൾ എല്ലാം തന്നെ ക്ലിയർ ആയിരിക്കണം. യാതൊരു കേസോ മറ്റോ ആളുടെ പേരിൽ ഉണ്ടാവാൻ പാടില്ല എന്നീ ഉപാധികളോട് കൂടിയാണ് ആ ആളുകൾ ഷാഫിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്തുന്നത്. എല്ലാം ഓക്കെയാണ്. എന്നാൽ ഷാഫി വിവാഹം ചെയ്യാത്തതിനാൽ ഫാമിലി മാത്രം ഇല്ല. ഷാഫി ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. അവസാനം ഷാഫിയുടെ സഹ ജോലിക്കാരനായ മുനീറിനോട് ചോദിക്കുകയാണ്, പിന്നെ അല്ല മുനീറെ, പിന്നെ നമ്മുടെ കമ്പനിയിലേക്ക് ബ്രിട്ടൻ ഒരു ടീം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, കേസില്ല, നമ്മുടെ കമ്പനിയുടെ ക്ലിയർ ആണ്, ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഫാമിലിയുടെ കാര്യം അവർ വ്യക്തമായി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. അത് ഓരോ ടീം അങ്ങനെയാണ്. ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ബാച്ചിലർ ആണെന്നുണ്ടെങ്കിൽ ആള് അങ്ങനെ പൈസയുടെ കാര്യത്തിൽ അത്ര ഒരു കണിശത ഇല്ലാത്ത ആള് എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഫാമിലി ചോദിക്കുന്നത്. അപ്പോൾ മുനീറെ, എനിക്ക് നാളെ ഒരു ഭാര്യയെ വേണം. ഷാഫിയുടെ വാക്കുകൾ കേട്ട മുനീർ നെട്ടി. എന്ത്, നാളത്തേക്ക് ഒരു ഭാര്യയോ? ഇതെന്താ ഷാഫി പറയുന്നത്? നാളത്തേക്ക് ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ എളുപ്പമുള്ള കാര്യമാണോ? അതിനൊക്കെ ആരും സമ്മതിക്കോ? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് നാളത്തേക്ക് ഒരു ഭാര്യയെ കിട്ടിയേ പറ്റൂ. ഈ ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കോടികളുടെ ലാഭമാണ് കിട്ടാൻ പോകുന്നത്. ഇത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെ ടെൻഷനാവും. ഒന്നാമത് അവസാനത്തെ ഒരു ബിസിനസ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഷാഫിയുടെ ഈ കണിശത നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മുനീർ ഒരു നിമിഷം ആലോചിച്ചു. ഈ ചങ്ങായിക്ക് ശരിക്കും പട്ടനെ ഒരു ബിസിനസ് പോയാലെന്താ, ജീവിതം വെച്ചുള്ള കളിയാണത്, ആരെങ്കിലും ഇങ്ങനെ റെഡിയായി വരുമോ? ഷാഫിയുടെ ചിന്ത ഇത് മാത്രമായിരുന്നു, എങ്ങനെങ്കിലും നാളത്തേക്ക് ഒരു ഭാര്യയെ ഏർപ്പാടാക്കണം. ഷാഫിയും മുനീറും അങ്ങനെ വീതിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഓഫീസിൽ ഒരു പെൺകുട്ടി അവിടുത്തെ മുറ്റം വൃത്തിയാക്കുന്നതായി കണ്ടു. ഷാഫി പറഞ്ഞു, യെസ്, ഇതന്നെ പെർഫെക്റ്റ്. എൻ്റെ പൊന്നു ഷാഫി, എന്തായി പറയുന്നത്? അതവിടെ ക്ലീൻ ചെയ്യുന്ന കുട്ടിയാണ്. ഇതിനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ നടക്കുന്ന കാര്യം? ഈ നടക്കുന്ന വല്ല കാര്യം പറയും എൻ്റെ പൊന്നു ഷാഫി. അല്ല, ഇത് ഓക്കെയാണ്. അവരെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ, മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ഒറിജിനൽ ഷാഫിയുടെ ഭാര്യ ആയിരിക്കും. ഈ കാലത്താണോ മേക്കപ്പിനൊക്കെ പഞ്ഞം? ഷാഫിയുടെ ഭ്രാന്തമായ ഈ ചോദ്യം കേട്ടപ്പോൾ മുനീറിന് ചിരിയാണ് വന്നത്. എൻ്റെ പൊന്നു മുനീറെ, തമാശല്ല, ഒന്ന് പോയി സംസാരിക്കാം അവരോട്. അവർക്ക് എത്ര പൈസ വേണമെങ്കിൽ കൊടുക്കാം. കാണാതെന്നും ഇരിക്കുന്ന മാതേ
കാറ് കേറിയാൽ കൊള്ളാമോ സീതേ, കാണാതെന്തും ഇരിക്കും നമാതേ. കാറ് കേറിയാൽ കൊള്ളാമോ സീതേ, താനം കണ്ണിലുള്ളി തരണം എണ്ണി എണ്ണി, താനം കണ്ണിലുണ്ണി തരണം എണ്ണി എണ്ണി, പോറ്റും ലൈല മയമായ ലോകത്തല്ലോ ലീല, മയമായ ലോകത്തല്ലോ ലീല. നാളെ കാണുന്നല്ലോ എൻ കനവിലതായി എൻ്റെ ലൈല, മയമായ ലോകത്തല്ലോ ലീല, മയമായ ലോകത്തല്ലോ ലീല. ഐന്തും ആറും എടുക്കാത്ത നന്മ അവളെ ഉനക്കാറുണ്ട് കാൺമാ, താനെ കെഞ്ചി കെഞ്ചി തനിയെ കൊഞ്ചി കൊഞ്ചി, പോറ്റും ലൈല മയമായ ലോകത്തല്ലോ ലീല, മയമായ ലോകത്തല്ലോ ലീല. ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങി മുനീർ അങ്ങനെ ലൈലയോട് ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. അതായത് ഞങ്ങളെ സാറ് എൻ്റെ സാറാണിത്. അപ്പോൾ സാറിന് നാളെ ഒരു ഫങ്ഷനുണ്ട്. അപ്പോൾ ഫങ്ഷനിൽ നാളെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സാറിന് ഒരു വൈഫിനെ വേണം ഭാര്യയായിട്ട് അഭിനയിക്കാൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? അദ്ദേഹം എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അതെ, ആ കുട്ടിയുടെ പേര് ലൈല എന്നായിരുന്നു. ആ കുട്ടി ഒരു നിമിഷം ആലോചിച്ചു, ഏതായാലും ഈ ക്ലീനിങ് ജോലിയാണ്, ഇപ്പോൾ ഒന്നൊരു ഭാര്യയായി അഭിനയിച്ചു വിചാരിച്ചിട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ലേ. അങ്ങനെ പക്ഷേ എനിക്ക് ഈ ജോലിയിൽ നിന്ന് ലീവ് കിട്ടൂല, നിങ്ങളൊന്ന് സംസാരിക്കണം ഇവിടുത്തെ എൻ്റെ മാനേജറോട്. അതിനെന്താ, ഇവിടുത്തെ മൊത്തം ഫേമസ് ആയ ആളാണ് നമ്മുടെ ഷാഫി സാർ. ഷാഫി സാറോട് സംസാരിച്ചാൽ പറഞ്ഞാലേ നടക്കത്തെ ഒന്നുമില്ല ഈ ഏരിയയിൽ. അങ്ങനെ ലൈലയും കുട്ടി ആദ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലൈലയ്ക്ക് നല്ല ആഡംബരമായ ഡ്രസ്സുകൾ നൽകി. പിന്നെ അതിനുശേഷം ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്. വളരെ മുന്തിയ ഇനം മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ട് ലൈല അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും ഒരു കോടീശ്വരിയായ ഒരു പെൺകുട്ടി, ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയായി നമ്മുടെ ലൈല മാറിയിരുന്നു. മാഷാ അല്ലാഹ്. ഇപ്പം ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? അതാണ് പറഞ്ഞത്, എൻ്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റില്ല. എൻ്റെ ഷാഫി സാറിൻ്റെ ഒരു കാഴ്ച ഭയങ്കര തന്നെ കേട്ടോ. ഇതെങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കണം പെട്ടെന്ന്? എന്ത് ചെയ്യാ, നമ്മളെ കമ്പനി മുന്നോട്ട് പോകണ്ടേ? നമുക്കിപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് കിട്ടലാണ് മെയിൻ. അല്ലാതെ ഇപ്പോൾ ഈ ഒരു കുട്ടി ഒരു ദിവസം വന്നു പോയത് നമുക്കൊന്നും കിട്ടാനില്ല. അങ്ങനെ ലൈലയും കുട്ടി ലൈലക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും എത്തുന്നു. ബ്രിട്ടനിൽ നിന്ന് വന്ന ആളുകൾ അങ്ങനെ ഓരോന്ന് സംസാരിക്കാം. അങ്ങനെ അതിലൊരാൾ ചോദിച്ചു, യാ വെരി യുവർ വൈഫ്? ഷാഫി പറഞ്ഞു, യാ ഷി വിൽ കം സൂൺ. ഷാഫിയുടെ വൈഫ് എവിടെയാണെന്നും അവൾ ഉടനെ വരുമെന്നും ഷാഫി മറുപടി പറഞ്ഞു. അപ്പോഴാണ് ലൈല ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് വരുന്നത്. ലൈലയെ കണ്ടപാടെ അവരൊന്ന് അമ്പരന്നു. ഓ, യുവർ വൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ മാർവലസ്. അവരങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ലൈലയ്ക്ക് വേണ്ടി ഒരു ചെയർ അവിടെ ഒഴിച്ചിട്ടിരുന്നു. ലൈലയോട് അവിടെ ഇരിക്കാൻ അവർ പറഞ്ഞു. ഓക്കെ, ഓഫ് കോഴ്സ്.
ലൈലയും അവരോട് സംസാരിക്കാൻ തുടങ്ങി. ലൈലയുടെ സംസാരം കേട്ടപ്പോൾ ഷാഫി അത്ഭുതപ്പെട്ടു. ഈ ലൈലക്ക് ഇവൾ വെറും ഒരു ക്ലീനിങ് കാരിയല്ലേ, ഒരു മുറ്റമടിച്ചു വരുന്ന പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇംഗ്ലീഷൊക്കെ വളരെ ഫ്ലുവൻ്റായി സംസാരിക്കുന്നു. ഇതിൽ എന്തോ ഉണ്ട്. അങ്ങനെ മീറ്റിംഗ് എല്ലാം അവസാനിച്ചു. ഷാഫിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ഇനി എൻ്റെ കമ്പനി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകും, ഷാഫി മനസ്സിൽ വിചാരിച്ചു. അവസാനം ലൈലക്ക് ഓഫർ ചെയ്ത ക്യാഷും ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ റാഫിയും മുനീറും കൂടി അവിടെ നിന്ന് യാത്രയാവുകയാണ്. ലൈല പിറ്റേ ദിവസം തൻ്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നാലും റാഫിയുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത വരികയാണ്. എന്നാൽ ആ കുട്ടി, ആ ലൈല, അവൾ ഇത്രയധികം ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തായിരിക്കും കാരണം? അത് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. അതെന്തായാലും ചോദിക്കണം. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും തെന്നൽ, സുഗന്ധത്തോപ്പിലെ ഹൂറിയെപ്പോലെ മുഞ്ചത്തിയായൻ പെണ്ണിവളല്ലേ, നിന്നിലലിയാൻ ചാരയണയാൻ ഞാൻ കൊതിച്ചില്ലേ, ഞാൻ കൊതിച്ചില്ലേ, നീ നനച്ചില്ലേ, വരുമോ നീയും ഇവിടെ ഞാനും തേങ്ങി അലയുകയാ, സുഹൃതത്തോപ്പിലെ നിലവിൻ പെണ്ണായി നീ വരുകില്ലേ, കവിളിൽ മറുകുള്ള സുന്ദരി അവൾ, കവിള് ചുകന്നൊരു പൈങ്കിളി, കവിള് നനുത്തുള്ള സുന്ദരി അവൾ, നിലവിൽ വന്നൊരു പൈങ്കിളി, വരുമോ നിലാവേ എനിക്കിനാവേ ചാരയണയാനായി, ഹൃദത്തോപ്പിലെ എന്നിലാവായി നീയണയുമോ. ഷാഫിയുടെ മനസ്സിൽ ലൈലയെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരികയാണ്. എന്നാലും ഈ പെൺകുട്ടി ആരായിരിക്കും, എന്താണ് ഇവളുടെ കഥ? നേരിട്ട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഷാഫി രണ്ടും കൽപ്പിച്ച് അവളുടെ അടുത്തേക്ക് പോയി ചോദിക്കുകയാണ്. എന്നാൽ ഷാഫിയെ കണ്ട പാവം പോലും ലൈല നടിച്ചില്ല. അവളുടെ ജോലി അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഒരു നിമിഷം നിൽക്കൂ, നിങ്ങൾ ഒന്ന് പറയൂ, നിങ്ങൾക്ക് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ സത്യം പറയൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോൾ വെറും ഒരു വേലക്കാരി മാത്രമാണ്, ഈ സ്ഥാപനത്തിലെ അടിച്ചു വരുന്ന ഒരു കുട്ടി മാത്രമാണ്. ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾ പറയൂ. അങ്ങനെ ലൈല അവളുടെ കഥ പറയാൻ ആരംഭിക്കുകയാണ്. ഞാൻ ഒരു MBA വിദ്യാർത്ഥി തന്നെയായിരുന്നു. എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എൻ്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണ്. എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുമായിരുന്നു. അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനായിരുന്നു. ഒടുവിൽ അയാൾ വിദേശത്ത് ടൂർ ആണെന്ന് പറഞ്ഞ് വേറെ സ്ത്രീകളോടൊപ്പം നടക്കുകയാണ് ചെയ്യാറുള്ളത്. എനിക്ക് അത് തീരെ ഇഷ്ടമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ നേരിട്ട് കണ്ടതൊക്കെ എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കും? അതോടുകൂടി ഞാൻ അയാളോട് ഡിവോഴ്സ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അവളുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് ഫുക്രു എന്നായിരുന്നു. ഫുക്രു ആവട്ടെ, അവൾ
ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറുകൾ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവളോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഷാഫി അവളോട് കൂടുതൽ അടുക്കുകയാണ്. എന്തെന്നറിയില്ല, ഷാഫിയുടെ മനസ്സിൽ ഒരു കൊച്ചു പ്രണയം ലൈലയുമായി മുട്ടുകയാണ്. ലൈല ഇനി ഈ ജോലി നിർത്തണം, എൻ്റെ കമ്പനിയിൽ എൻ്റെ സ്റ്റാഫായിട്ട് സേവനം ചെയ്യണം. നിങ്ങൾ എന്തായി പറയുന്നത്? ഈ ജോലി വിട്ട് എന്നെ നിങ്ങളൊരു വലിയ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫായി നിയമിച്ചാൽ എൻ്റെ ബാധ്യതകളും എൻ്റെ കടങ്ങളും ഒന്നും തീരുകയില്ല. അപ്പോൾ ഷാഫി പറഞ്ഞു, ഇവിടെ നിന്നാൽ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ നിൽക്കും? എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ ഈ ജോലി സന്തോഷമായിട്ട് പോകുന്നു, സമാധാനമുണ്ട്. എനിക്ക് വലിയ കമ്പനികൾക്ക് ജോലിയാണ് ഇഷ്ടം. ഷാഫി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വലിയ കമ്പനിയുടെ മാനേജറായ ഷാഫിയും ലൈലയും തമ്മിലുള്ള ഈ ബന്ധം എങ്ങനെയോ ലൈലയുടെ ആദ്യ ഭർത്താവായിരുന്ന ഫുക്രു അറിഞ്ഞു. ഫുക്രു ഒരു ദിവസം ഷാഫിയുടെ കമ്പനിയിലേക്ക് നേരിട്ട് വരികയാണ്. എന്നിട്ട് ലൈലയോട് പറഞ്ഞു, ഞാനൊക്കെ അറിഞ്ഞു കാര്യങ്ങൾ, ഇപ്പൊ പുതിയ ആളൊക്കെ കിട്ടിയല്ലോ അല്ലേ, അപ്പം നമ്മളൊന്നും വേണ്ട, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകും, ഇവിടെയും പ്രശ്നമുണ്ടാക്കരുത്. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനം തന്നിട്ടില്ല, പിന്നെ നിങ്ങൾ ഇവിടെയും വന്നിട്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ആവശ്യമില്ലാത്ത ഓരോ ബന്ധങ്ങൾ, അനാവശ്യമായ ബന്ധങ്ങൾ. ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു നോക്കി, പക്ഷെ നിങ്ങൾ കേട്ടില്ല. പിന്നെ ഞാൻ എന്തിനും ബന്ധത്തിന് ഇനിയും നിൽക്കണം? ഈ ബന്ധത്തിനെ നിയമപരമായി ലൈല, നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് വല്ലാതെ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ മാത്രമേ ലീഗലി നീ എൻ്റെ ഭാര്യ അല്ലാതായി മാറുള്ളൂ. ലീഗലി ഭാര്യ ആവണ്ട. എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവില്ല. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളെ എന്ന് വെറുത്തു കഴിഞ്ഞു. ഈ സംസാരം ഷാഫി പെട്ടെന്ന് കേൾക്കുകയാണ്. ഷാഫി ഓടി വന്നു. നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ പാവം കുട്ടിനെ ചതിച്ചിട്ട് നിങ്ങൾ അടിച്ചു പിടിച്ച് നടക്കുകയാണല്ലേ, വല്ലാത്ത മനുഷ്യൻ തന്നെ. അല്ല, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഷാഫിയോട് ഫുക്രു പറഞ്ഞു, ഞാനിപ്പോൾ തൽക്കാലം ആരാണെന്ന് അറിയണ്ട, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഷാഫിയും അയാളും തമ്മിലുള്ള സംസാരം കേട്ട് എല്ലാ സ്റ്റാഫുകളും ഓടിക്കൂടി, സെക്യൂരിറ്റികൾ ഓടിക്കൂടി. ഷാഫിയുടെ രണ്ട് സൈഡിലും 4 സെക്യൂരിറ്റികൾ വീതം. ഇദ്ദേഹം ആരാണെന്ന് അറിയില്ലല്ലേ? ഇദ്ദേഹം ഈ കമ്പനിയുടെ ഓണറാണ്. അതുമാത്രമല്ല, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അവകാശി കൂടിയാണ്. അതൊക്കെ ഇയാളോട് പറഞ്ഞിട്ടുന്ന കാര്യം സെക്യൂരിറ്റിയോട് ഷാഫി പറഞ്ഞു. പിന്നെ ഷാഫി സെക്യൂരിറ്റി ഫുക്രിയോട് പറയണം, പിന്നെ ഇത് നിങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്, ഇതിനുശേഷം നിങ്ങൾ കാണുകയില്ല. ഓക്കെ, ഇനി നിയമപരമായി ഇത് മുന്നോട്ട് പോകാൻ പാടില്ല. ലൈലയുടെ എല്ലാ കഥകളും മനസ്സിലാക്കിയ ഷാഫി അവളെ ഏറ്റെടുക്കാൻ റെഡിയാവുകയായിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഇയാളെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഷാഫിയുടെ ലക്ഷ്യം. എന്താണെന്നറിയില്ല, ലൈലയോട് ഒരു അനുകമ്പയും ഒരു സ്നേഹവും ഒരു എന്തൊക്കെയോ ഒരു ഫീലിംഗ്. ഒരു കാതൽ കടിതം വിഴി പോടും, உன்னை காணும் சபலம் வரக்கூடும், நீ பார்க்கும் பார்வைகள் பூவாகும், நெஞ்சுக்குள் கையிண்ட உண்டாகும், கண்ணே என் கண்பக்க தாயம் கை வைக்கத்தானாக ஆறும், நாளும் தள்ளாடும் தள்ளாடும், என் மேனி என் தோளில் ஆடும் ஜான் லலலாலா. വിളയൂസൈ കലകലകലവിന കവിതകൾ പതികിട്ട് കുടിക്കുളു തെണ്ടൽ കാറ്റും വീസുത്, சில நேரம் சில என சில படப்பட துடிக்குது, எங்கும் தேகம் கூசுது, சின்ன பெண்ணல்ல ஒண்ட பூந்தோட்டம், தொட்டட்டும் மேருந்தால் அந்த காதல் தேரோட்டம், ஒலியாയി കനവിൽ അനവധി നിലവിലിൽ വധുകൾ നിരന്തര സ്വന്തം കാതൽ പൂക്കുമേ.
சில நேரம் சிலு சிலு சில என சில சில படப்பட துடிக்குது எங்கும் தேகம் கூசுது. சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம் பொட்டட்டும் மேலுந்தா நன்று காதல் தேரோட்டம்.